ഈ നിരവധി പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിനിടയിൽ സമരം നടത്തുന്നത്. ഇവരുടെ ജീവിതം നരകതുല്യമാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവരുടെ ജോലി യഥാർത്ഥത്തിൽ എന്താണ് ആശാ വർക്കർമാർ ചെയ്യുന്നത്? 1990-കളിലാണ് ലോകത്ത് ആഗോളവൽക്കരണം വരുന്നത്, ഗ്ലോബലൈസേഷൻ വരുന്നത്. ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ വേൾഡ് ബാങ്കും ADBയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും IMFും അങ്ങനത്തുള്ള ഇൻ്റർനാഷണൽ ഫണ്ടിങ് ഏജൻസികളെല്ലാം ലോകത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല, അത് വലിയ ബേഡനാണ്. ഒന്ന് പെൻഷൻ കൊടുക്കണം, ശമ്പള സ്കെയിലാണ് കൊടുക്കേണ്ടി വരുന്നത്, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കണം, വലിയ ബേഡൻ വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്ലോട്ടിംഗ് പീപ്പിളിനെ എടുക്കണം. ഈ ഒരു മിനിറ്റ് ചരിത്രം പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ ഇതാരും ഒരു ചാനലും പറയാത്തൊരു കാര്യമാണ്, അല്ല ആരും ഡിസ്കസ് ചെയ്ത് തരണം. ഫ്ലോട്ടിംഗ് പീപ്പിളിനെ എടുക്കണം. ഫ്ലോട്ടിംഗ് പീപ്പിളിനെ എടുത്താൽ എന്താണ്, ചെറിയ ശമ്പളം കൊടുത്താൽ മതി, ഒരു വർഷത്തേക്കേ വയ്ക്കാവും. ഓരോ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, പുതുക്കി എഗ്രിമെൻറ്റ് പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ ഹയർ ജോലികൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം, ഇപ്പോൾ ടെക്നോക്രാറ്റുകൾ എടുക്കുന്നു, ടെക്നോ പാർക്ക്, അങ്ങനെ ടെക്നോക്രാറ്റുകൾക്ക് നിങ്ങൾ വലിയ പൈസ കൊടുക്കുകയും വേണം, 5 ലക്ഷം 10 ലക്ഷം. പക്ഷേ ബാക്കി ജോലികൾക്ക് നിങ്ങൾ അവിടെയും എന്ത് കൊടുക്കണ്ട, പെൻഷനില്ല, PF, അങ്ങനെ ഒരു കാര്യം കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ബേർഡനും ആരും സ്റ്റേറ്റിന് ഉണ്ടാക്കി വെക്കരുത്. എന്നിട്ട് മിഷനുകൾ തുടങ്ങാൻ പറയും. ഈ കുടുംബശ്രീ മിഷനൊക്കെ ഇതാണ്, മുഴുവൻ പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത്. കുടുംബശ്രീ മിഷൻ, ശുചിത്വ മിഷൻ, ജലനിധിയുടെ ഒരു ഭാഗം, ജലനിധി ഇപ്പോൾ 80% അത് തന്നെയാണ്. മിക്ക സ്ഥലങ്ങളിലും എന്താണ്, ഇങ്ങനെയാണ് ആളുകൾ വയ്ക്കുന്നത്. പിന്നെ കുടുംബശ്രീയിലും ജലനിധിയിലൊക്കെ ആളുകൾ ബഹളം ഉണ്ടാക്കാത്ത എന്തുകൊണ്ട്, കുറച്ച് മാന്യമായ ശമ്പളമുണ്ട്, 50,000 40,000 30,000 എന്നൊക്കെ പറഞ്ഞ് ഒരു കേട്ടാൽ മാന്യമായൊരു ശമ്പളമുണ്ട്. പക്ഷേ എന്തില്ല, മറ്റ് സർവീസ് സംവിധാനങ്ങളൊന്നും ഇല്ല, പെൻഷൻ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫ്ലോട്ടിംഗ് പീപ്പിളിനെ എടുക്കണം. ആശയുടെ ഫുൾ ഫോം എന്താ, ആശാ വർക്കർ എന്ന് പറയണമെന്ന് തെറ്റാണ്. അങ്ങനെ ആശ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ വർക്കർ പറയണ്ട. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്. അക്രഡിറ്റഡ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ കിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഗവൺമെൻറ് അംഗീകരിച്ച സാമൂഹ്യ ആരോഗ്യ ആക്ടിവിസ്റ്റാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്, അതിൻ്റെ ഫുൾ ഷോർട്ട് ഫോമാണ് ആശ. ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വർക്കർ എന്ന് പറയേണ്ട കാര്യമില്ല, അങ്ങനെ പ്രയോഗം തന്നെ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എന്ത് കൊടുത്താൽ മതി, ഓണറേറിയവും അല്ല കൊടുക്കുന്നത്, സ്റ്റൈപ്പൻഡ് പോലെ ഒരു എമൗണ്ട് കൊടുക്കുക എല്ലാ മാസവും. വോളണ്ടിയർക്ക് നമ്മൾ എന്ത് കൊടുക്കും, വോളണ്ടിയർക്ക് നമ്മൾ എന്താ കൊടുക്കണേ, ഒരു വോളണ്ടറി പോലെ വന്നാൽ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി പോലെ കൊടുക്കും. കൂലി എന്ന് പറയാം, കൂലി പറഞ്ഞാൽ പോയി, ഡെഫിനിഷൻ മാറി. കൂലി എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ ഡെഫിനിഷൻ മാറി, സാലറി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ മാറി. അപ്പോൾ ഇവർ കൊടുക്കുന്ന ഒരു തുക, നിശ്ചിത തുക, ഇതാണ് സംവിധാനം. ഇത് കേന്ദ്ര ഗവൺമെൻറ് ഒരു തുക നിശ്ചയിക്കും. പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് എന്താണ്, അവിടുത്തെ ഇവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ആരാണ് കൂടുതൽ നിശ്ചയിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും ഒരു ബ്രോഡ് ഗൈഡ് ലൈനെ ഇറക്കത്തുള്ളൂ, സ്ട്രിക്റ്റ് അല്ലത്, ഒരു ബ്രോഡ് ഗൈഡ് ലൈൻ, ഇങ്ങനെയൊക്കെ ആയാൽ മതിയെന്ന്. NRHM ആയിരുന്നു ആദ്യം, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ മിഷൻ പഠിച്ച് എവിടെ നിന്നാണെന്നറിയാമോ, കേരളത്തിൽ നിന്നാണ്. കുടുംബശ്രീ നമ്മൾ പറയും നമ്മൾ വലിയ പുരോഗമനക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷമാണ്, അതുകൊണ്ട് ഞങ്ങളിത് ഭയങ്കര സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളുമൊക്കെ ഇവിടെ പൊതുമേഖലയെ അങ്ങോട്ട് ശക്തിപ്പെടും. പക്ഷേ ഇവിടെ നിന്നാണ് മിഷനുകൾ തുടങ്ങി പലത് നാഷണൽ ലെവലിൽ എടുത്തത്. ഹെൽത്ത് മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനായിരുന്നു, അപ്പോൾ റൂറൽ ഏരിയയിൽ മാത്രം. പിന്നെ അത് NHM ആയി, 6 കളഞ്ഞു, നാഷണൽ ഹെൽത്ത് മിഷനായി. അപ്പോൾ അർബനിലും ഉണ്ട്, ഇപ്പോൾ മുട്ടടയിൽ PHC സെൻ്റർ ഉണ്ട്. ഇനിയൊരു തമാശ ഉണ്ട് സാറേ, വേറൊരു ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട് NHM-ൽ, ഹോമിയോ ഡോക്ടർമാർ, ഹോമിയോ ഹോസ്പിറ്റലുകളിൽ എല്ലാ പഞ്ചായത്തിലുണ്ട്, ആയുർവേദ ഡോക്ടർമാർ, മെഡിക്കൽ ഡോക്ടർമാർ. അവരുടെ ശമ്പളം എത്താണെന്നറിയാമോ, 30,000. ഡോക്ടർമാർക്ക് 36,000, 30,000 36,000, എന്തായാലും 50,000-ന് താഴെയാണ്, 40,000-ന് താഴെയാണ്. അവരെന്തുകൊണ്ട് ഇത് പുറത്ത് പറയുന്നില്ല, അഭിമാനബോധം, ഡോക്ടർമാരുടെ ഒരു അഭിമാനബോധം ഉണ്ടല്ലോ. MBBS വരെ പഠിച്ചിട്ട് ഇത്ര പൈസ കിട്ടുള്ളൂ പുറത്തു പറയണ മോശമല്ലേ, അവർ സ്ഥിരമല്ല. ഇത് വലിയ ചതിയാണ് നടക്കുന്നത് ഭാരതത്തിൽ. യുവത്വത്തെ നശിപ്പിക്കുകയാണ്, കൊളോണിയൽ സിസ്റ്റത്തിലേക്ക് പോവുകയാണ് ഭാരതവും കേരളവും ഒക്കെ. ഇത് പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യണം. ഇപ്പം സമരം ചെയ്യുന്ന ഇവര് ആശാ പ്രവർത്തകർ, വർക്കർമാർ അല്ലേ, ഇവരിപ്പം ഏതിലൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിനകത്ത് അവരുടെ ഒരു പ്രശ്നം പറ്റിപ്പോയത്, ഒരു മിനിറ്റ് പറഞ്ഞാൽ, ഒന്ന് അവർക്ക് നിശ്ചിത മാസങ്ങളിൽ എല്ലാ മാസവും നിശ്ചിത ദിവസം എന്ത് കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. ഒരു 5-ാം തീയതിക്കകത്ത് ശമ്പളം കിട്ടണമല്ലോ, അത് കിട്ടുന്നില്ല, അത് മുടങ്ങും. അപ്പോൾ അവർക്ക് അതിൽ അസ്വസ്ഥതയുണ്ട്.
7,000 രൂപയേ ഉള്ളൂ. 7,000 രൂപ 230 രൂപ 240 രൂപയാണ് ഒരു ദിവസം. അത് തന്നെ ഒരു പഞ്ചായത്തിനകത്ത് ആട്ടോ പിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കണമെങ്കിൽ വീടുകളിലൊക്കെ പോകണമല്ലോ, അതിന് വേറെ ചെറിയ ചെറിയ ഇൻസെൻറ്റീവേ ഉള്ളൂ. അപ്പോൾ അവർ കിട്ടുന്ന പൈസ ഇതിന് കൊടുക്കാനേ വരുള്ളൂ. പിന്നെ നമ്മുടെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് ജീവിക്കണ്ടേ, നല്ല സാരി വാങ്ങണം, നല്ല ചുരിദാർ വാങ്ങണം, അത് ജീവിക്കണമല്ലോ സാർ. അതിനൊരു 300 രൂപ പോരല്ലോ ഒരു ദിവസം ഇതെല്ലാം ചെയ്യണമെങ്കിൽ. അപ്പോൾ അവർക്ക് പണം ഒന്ന് ശമ്പളം കുറവാണ്, 230 രൂപ അല്ലെങ്കിൽ 7,000 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുമ്പോൾ അത്ര രൂപ കിട്ടുന്നുള്ളൂ, 230 240 രൂപ കിട്ടുന്നുള്ളൂ. അത് തന്നെ എല്ലാ മാസവും കൃത്യമായി കിട്ടുന്നില്ല. പിന്നെ കുറേ കണ്ടീഷൻ വെച്ചു, മറ്റ് ജോലിക്കൊന്നും പോകാൻ പാടില്ല. നേരത്തെ ആശാ വർക്കേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, അവർക്ക് ടാർഗറ്റാണ് 50 വീട് 100 വീട്, ഒരു വാർഡാണ് ടാർഗറ്റ് എങ്കിൽ 500 വീടുണ്ടെങ്കിൽ 500 വീട്ടിൽ അവർ പോകും. പക്ഷെ ബാക്കി സമയം അവരെന്തിനു പോകും, മറ്റ് ജോലികൾക്ക് പോകും, തൊഴിലുറപ്പിന് പോകും, മറ്റ് ജോലികൾക്ക് പോകും. അതുകൊണ്ട് അവർക്കിത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുമായിരുന്നു. ഇത് ഏതോ മന്ദബുദ്ധി IAS ആരോ മന്ദബുദ്ധികളുണ്ടല്ലോ IASൽ, ആർക്കോ മന്ദബുദ്ധി ഉണ്ടായി മന്ത്രിയൊക്കെ പോയി ബോധവൽക്കരിച്ച് പറഞ്ഞ് ഇവരെല്ലാവരും വേറെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കി, വേറെ എങ്ങും പോകാൻ പാടില്ല. ഇതിൻ്റെ ടാർഗറ്റ് നോക്കിയാൽ മതിയായിരുന്നു. അതിന് പകരം ഒരുപാട് നിബന്ധനകൾ വെച്ചു. അപ്പോൾ അവരിവിടെ ടൈപ്പായപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നില്ല, മറ്റ് പൈസയും കിട്ടുന്നില്ല. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് 7,000 പോരാ, എത്ര രൂപ വേണം, 21,000 രൂപ വേണം. പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ MSS എന്ന് പറഞ്ഞൊരു വർക്കേഴ്സ് ഉണ്ടായിരുന്നു, ആശാ വർക്കേഴ്സിന് മുമ്പ് ഈ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ് ഉണ്ടായിരുന്ന കാലത്ത്, ഈ ഇത് ജനകീയാസൂത്രണം തുടങ്ങുന്ന മുമ്പേ MSS എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവരെയാണ് ഇങ്ങോട്ട് മാറ്റിയത് പലരും ആശാ വർക്കേഴ്സായിട്ട്. ഇനി ഞാൻ ഒരു രസകര കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ആശാ വർക്കേഴ്സ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഇരിക്കുന്നില്ലേ, 90% ആളുകൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും, ഭരണപക്ഷം ഇടതുപക്ഷത്തിൽപ്പെട്ടവരായിരിക്കും. അതിത് മാസമായിട്ട് അവർ എടുത്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. പിന്നെ പിരിച്ചുവിട്ടിട്ട് എടുക്കുന്നുണ്ട്, പിരിച്ചുവിടുകയും ചെയ്യും പലരെയും, ഇടതുപക്ഷക്കാരാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് 21,000 രൂപ വേണമെന്നുള്ളതാണ് ഒരു ഡിമാൻഡ്. ഞാൻ പറഞ്ഞു MSSൻ്റെ കാലം മുതലേ ഉള്ളവരാണെങ്കിൽ 20 വർഷം ആയവരൊക്കെ ഉണ്ട്, 30 വർഷം ആയവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് 7,000 രൂപ. അപ്പം അതിനെല്ലാ മാസം കിട്ടുന്നില്ല. അപ്പം 30 വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു പൈസയില്ല. അത് അവർ ഡിമാൻഡ് ചെയ്യുന്ന 5 ലക്ഷം രൂപ ഓൺ ടൈം ചോദിക്കുക. ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ്. ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ 5 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ, ഇറങ്ങി പോകുമ്പോൾ കൊടുക്കണ്ടേ. അപ്പോൾ കേരളത്തിലെമ്പാടുമായിട്ട് എത്ര 26,000 പേരുണ്ട് വർക്ക് ചെയ്യുന്നു. 26,000 വാർഡ്, ഒരു വാർഡിന് ഒരാൾ, ഒരു വാർഡിൻ്റെ ആശാ വർക്കറാണ്. പിന്നെ ഇവരെ മറ്റൊരു ബുദ്ധിമുട്ടുണ്ട് സാർ. ഞാൻ ഈ പഞ്ചായത്ത് രാജുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നു. ക്ലാസ് എടുക്കാനൊക്കെ പോകും. സകല അല്ലുമ്പ പരിപാടി ആരെയും കൊടുക്കും, ഇവരെ ഏൽപ്പിക്കും. ജനകീയാസൂത്രണം, ഗ്രാമസഭ വിളിച്ചു കൂട്ടൽ, എന്ത് സർവേ വന്നാലും, പിന്നെ ബോധവൽക്കരണ പരിപാടി, പൊളിറ്റിക്കൽ പരിപാടി, മന്ത്രി വരുന്ന പരിപാടി, പഞ്ചായത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും തൊഴിലുറപ്പ്, കുടുംബശ്രീ, ആശാ വർക്കേഴ്സ്, ലിറ്ററസി, ഇവർ വേഷം കെട്ടി ചെന്നിരിക്കും. ഇവർക്ക് വേഷം കെട്ടി ചെന്നിരിക്കണം. അതിനല്ലേ ഒരു സാരി വാങ്ങിക്കാനും ചുരിദാർ വാങ്ങിക്കാനും ഇവരെ പൈസ വയ്യുള്ളൂ, പാവങ്ങൾ. ഇത് കഷ്ടമാണ്. ആള് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന, ആള് കൂട്ടാനും പൊളിറ്റിക്കലായിട്ട് ആടുമാടുകളെ പോലെ ആട് കൂട്ടാനും നടക്കുന്ന ഒരു കഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഇത്. സ്ത്രീകളായതുകൊണ്ടാണ് അവർ മിണ്ടാത്തത്. ശരിക്കും പറഞ്ഞാൽ അവർ സഹിച്ചങ്ങ് ക്ഷമയുടെ നെല്ലിപ്പല തീർന്നപ്പോഴായിരിക്കും അവർ വന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് മേഖല, ഇത് വളരെ ഗൗരവമായിട്ട് കേരള സമൂഹം ചർച്ച ചെയ്യണം. ടെക്സ്റ്റൈൽസ് മേഖല, കോളേജുകളിൽ MSCയും MBAയും പിന്നെ MCOM ഒക്കെ പഠിച്ച പിള്ളേർ 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരെ ഞാൻ കാണിച്ചു തരാം. 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്. അത് അൺഎയ്ഡഡ് സ്കൂളുകൾ, അസംഘടിതമായ വളരെ അസംഘടിത വിഭാഗം. അവിടെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഒരു സാർവത്രിക പെൻഷൻ, പുതിയ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അവിടെ അത്രയെങ്കിലും ആലോചിക്കുന്നു. ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരുകളിൽ ഇത് കൂടുതൽ ചിന്തിക്കേണ്ടത് സാറേ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. യു പി ആണല്ലേ അവരിപ്പോൾ പറയുന്ന ഒരു കുറ്റം പറയുന്ന സ്റ്റേറ്റ്. UP 13,000 രൂപ കിട്ടിയാൽ മതി. ഇവിടെ എത്ര കിട്ടണം? 30,000 കിട്ടണം. തമിഴ്നാട്ടിൽ 7,000 കിട്ടിയാൽ മതി, 8,000 10,000 കിട്ടിയാൽ മതി. ഇവിടെ എത്ര കിട്ടണം? ആ സമയത്ത് 30,000 കിട്ടണം എന്ന് വെച്ചാൽ സാർ, അവിടെ തമിഴ്നാട്ടിൽ വനിതകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ, റേഷൻ ഫ്രീ, കമ്പ്യൂട്ടർ ഫ്രീ, ലാപ്ടോപ്പ് ഫ്രീ. 30 രൂപ കൊണ്ടുപോയാൽ 300 രൂപയുടെ ഇവിടുത്തെ 300 രൂപയുടെ മലക്കറി വാങ്ങിക്കാം. പിന്നെ ഫാക്ടറി ഉണ്ട് അവിടെ, അത് മതി. ജീവിത നിലവാരം അതുകൊണ്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ അത് പറ്റില്ല സാറേ. ഇവിടെ വലിയ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇവിടെ വളരെ കൂടുതലാണ്. ഇവിടെ ഇത് കൺസ്യൂമർ സ്റ്റേറ്റാണ്. വലിയ പൈസ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ മറ്റേത് സ്റ്റേറ്റിൽ കൊടുക്കണതിൻ്റെ 3 ഇരട്ടി പൈസ ഇവിടെ കൊടുക്കണം. അതുകൊണ്ടല്ലേ ബംഗാളി പിള്ളേരൊക്കെ ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യുന്നത്. സാറേ, ബംഗാളി കുട്ടികളെ കൂടെ ഒന്ന് തൊഴിലെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ 300 രൂപ കിട്ടുള്ളൂ, ഇവിടെ 1,500 രൂപ കിട്ടും ഒരു ദിവസം. അപ്പോൾ ഇവരുടെ ഈ ആശാവർക്കർമാരുടെ സമരം സർക്കാർ അനുഭാവപൂർവ്വം ഒന്നും പരിഗണന നൽകുന്നില്ല. സർക്കാരിന് തെറ്റിപ്പോയി. ഇത് 2 ചർച്ച ചെയ്തെങ്കിൽ തീരുമായിരുന്നു. ഇവർ 3-4 ഡിമാൻഡ് വെച്ച്, തമാശ 4 ഡിമാൻഡ് വെച്ച്, 2 ഡിമാൻഡ് സർക്കാർ ഇവരെ വിശ്വാസത്തിലെടുക്കാതെ നടപ്പിലാക്കി.
പൊട്ടത്തരമല്ലേ, രാഷ്ട്രീയ പക്വതയില്ലായ്മയല്ലേ. പണ്ടങ്ങനെ 4 ഡിമാൻഡ് വയ്ക്കുമ്പോൾ 2 നടപ്പിലാക്കി കൊടുത്തിട്ട് സമരക്കാരെ പൊടിയിടും. 2 ഡിമാൻഡ് ആൾറെഡി കൊടുത്തല്ലോ. അതെന്താ ഡിമാൻഡാണ്? ഇൻസെൻറ്റീവ്, നിങ്ങൾക്ക് ഒരു എന്താണ് മറ്റേ കണ്ടീഷൻസ് കുറേ വെച്ചല്ലോ, അതെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ കണ്ടീഷൻസ് ഇല്ല അവർക്ക്. 2-3 മാസത്തെ കൊടുക്കാനുള്ള കുടിശ്ശിക ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ജനുവരിയിലെ കുടിശ്ശികയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ കുടിശ്ശികയും കൊടുക്കാൻ ഓർഡറായി. ഇനി 2 ഡിമാൻഡാണുള്ളത്. ഒന്ന് 21,000 രൂപ ആക്കുക, 5 ലക്ഷം വേണം. ഇതെന്ത് ചെയ്യുമായിരുന്നു? ഇത് 2 റൗണ്ട് ടേബിൾ ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഈ 21,000 രൂപ ചോദിക്കുന്നവർക്ക് ഒരു 2,000-3,000 രൂപ, ഞാൻ പറഞ്ഞ 1,000 രൂപ കൊടുത്താലും ചിലപ്പോൾ സമരം തീർന്നു പോയതിന്. 8,000-10,000 ആക്കിയിട്ട് 3,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ, ആക്കിയിട്ട് ഈ 2 ആനുകൂല്യം കൂടെ കൊടുക്കണമായിരുന്നു. ഏത്? ഇപ്പം 2 കൊടുത്തല്ലോ, ആ 2 കൊടുത്ത് ഒരു 10,000 രൂപ ആക്കിയെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് നല്ല കയ്യടി കിട്ടി, സമരവും തീരുമായിരുന്നു. ഇത് വഷളായി. ഇപ്പം എന്താ സംഭവിക്കുന്നത്? CIT-കാരെ ഇറക്കി വിടുന്നു, അവർ സമാന്തര സമരം ചെയ്യുന്നു, സാംസ്കാരിക നായകർ പുറത്തു വന്ന് സമരം ചെയ്യുന്നു. പിന്നെ ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോകുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. KG താര, പിന്നെ ജോസഫ് C. മാത്യു, ഇങ്ങനെ കുറച്ച് പേര് അവിടെ പോയി ഉദ്ഘാടനം ചെയ്യാനും ഐക്യദാർഢ്യം അവരുടെ പേരിൽ കേസെടുക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് സമരം ഏറ്റെടുത്തു, RJD ഏറ്റെടുത്തു, RSP ഏറ്റെടുത്തു, CPI-യിലെ ബിനോയ് വിശ്വം പറയുന്നു, ആനിരാജ വന്ന് സമരത്തിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ തലം മാറി. സാംസ്കാരിക നായകർ ഇന്നലെ ഒരു 100-150 സാംസ്കാരിക നായകർ, ജസ്റ്റിസ് കഡ്ജു ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു പ്രസ്താവന ഇറക്കി. ഇതിൻ്റെ തലം വിട്ടുപോയി സാറേ. ഇത് ഗവൺമെൻറ് ഇത് ചെറിയ മാന്തി പുണ്ണാക്കി. ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. ഇവർ വിചാരിച്ചില്ല. ഇവർ വിചാരിച്ചെന്തറിയാവോ? ഇത് സ്വതന്ത്ര സംഘടനയല്ലേ ആശാ വർക്കേഴ്സിൻ്റെ. SUCയിലെ മിനിയും അങ്ങനെ കുറച്ച് പേരല്ലേ രാഷ്ട്രീയ ബന്ധമുള്ളവരുള്ളൂ, ബാക്കിയെല്ലാം സ്വതന്ത്രമാണല്ലോ. അപ്പോൾ ഇവർ 5-6 ദിവസം വന്നിരുന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു? അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് സംഗതി കയറി കുരുങ്ങി. ഇപ്പം കുരുങ്ങിയപ്പോൾ ഇപ്പോൾ ഊരാനും വയ്യ, ഉടുക്കാനും വയ്യാത്ത രീതിയിൽ, അഴിക്കാനും വയ്യ, ഉടുക്കാനും വയ്യാത്ത രീതിയിൽ ഇങ്ങനെ മുറിവ് ഇരിക്കുകയാണ്. ഗവൺമെൻറ് വല്ലാത്ത വെട്ടിൽപ്പെട്ടാണ്. സ്ത്രീകളുമാണ്, പൊളിക്കാനും പറ്റുന്നില്ല. പൊളിക്കാൻ ശ്രമിച്ചിട്ട് പൊളിക്കാനും പറ്റുന്നില്ല. പക്ഷേ അവരുടെ ഡിമാൻഡ് ന്യായമാണ്. എനിക്ക് ആശാ വർക്കേഴ്സിനെ നേരിട്ട് ഞാൻ പഞ്ചായത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വലിയ പണിയാണ് അവർ ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അവർ വളരെ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്. കിടപ്പ് രോഗികളുടെ വീട്, ഗർഭിണികളുടെ വീട്, കുട്ടികളുടെ വീട്ടിലൊക്കെ അവർ പോകണം. അത് പഞ്ചായത്തിൽ എവിടെയായാലും അവർ പോകണം. കുന്നും മലയുള്ള സ്ഥലത്തൊക്കെ അവർ പോകണം. വലിയ പണിയാണ് അവർ ചെയ്യുന്നത്. അതിന് ഒരു അർഹതയും കിട്ടുന്നില്ല മാന്യമായിട്ട്. അവരെന്തേ ഇതുവരെ സമരം ചെയ്യാത്തതെന്നാണ് ഞാൻ ധരിച്ചത്. ഇപ്പോൾ അവർ സമരം ചെയ്തു. മാന്യമായിട്ട് അവർക്കും കൊടുക്കണം. അസംഘടിത മേഖലയിൽ നിൽക്കുന്ന ഇങ്ങനെ കുറേ ആളുകളുണ്ട് കേരളത്തിൽ. അവർക്ക് പുതിയ പാക്കേജ് കൊണ്ടുവരണമെന്നേ ഗവൺമെൻറ്. അതാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇവരെ കുത്തിത്തിരിച്ച് അതിനകത്ത് രാഷ്ട്രീയം കടത്തി ഇളമര കരിമിനെ പോലുള്ളവരൊക്കെ പറയുന്ന കേട്ടില്ലേ? എത്ര വർത്തമാനമാണ് പറയുന്നത് സാർ. എന്താണ് പറയുന്നത്? ഇളവരം എപ്പോഴും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ അടിച്ചമർത്തുന്ന ഒരാളാണ്. ഒരു പറയുമ്പോഴേ സാറേ, ഒരു തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിൽ വളർന്നു വന്ന ആളല്ലേ അദ്ദേഹം. പറയുമ്പോഴേ ഒരു ഇടതുപക്ഷത്തിന് വേറുള്ളൊരു സ്ഥലത്തല്ലേ നിന്നെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കുഴഞ്ഞാണ്. അപ്പം ഞാൻ പറയുന്നത് അവരുടെ പ്രശ്നം ഇനിയും സ്കോപ്പുണ്ട്. ഗവൺമെൻറ്റിന് അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക. ഗവൺമെൻറ്റിന് എന്തില്ല, ഈ ഒരു അപകർഷത ബോധമുള്ളവരല്ലല്ലോ ഗവൺമെൻറ് ഒരു പ്രതീകമല്ലേ, അല്ലാതെ വ്യക്തികളല്ലല്ലോ. തീർച്ചയായിട്ടും ഇനിയും സ്കോപ്പുണ്ട്. അവരെ വിളിക്കുക, ചർച്ചയ്ക്ക് ഇരുത്തുക. ഇനി എളുപ്പമെന്ന് പറയുന്നത് 2 കാര്യത്തിലേ ഉള്ളൂ. പിരിഞ്ഞു പോകുമ്പോൾ ഉള്ളത് പിന്നെ തീരുമാനിക്കാം പറ്റും. മറ്റേ നമുക്ക് ചെറിയൊരു ഇൻസെൻറ്റീവ് കൂടെ കൊടുത്താൽ തീരാവുന്ന വിഷയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്ത്രപരമായിട്ട് പ്രയോഗിക്കുക, അല്ലാതെ പൊളിക്കലെന്ന് പറഞ്ഞാൽ എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പൊളിക്കുകയാണെങ്കിൽ CIT ഒക്കെ ഇറങ്ങി എല്ലാവരും കൂടെ ഇറങ്ങി പൊളിക്കുകയാണെങ്കിൽ, പെമ്പള ഒരുമയ സമരം പൊളിച്ചതുപോലെ പൊളിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം ഈ കാലഘട്ടത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തൊഴിലാളി വർഗ തെമ്മാടിത്തരമെന്നോ അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുക, അതിന് വാക്ക് തന്നെ കിട്ടുന്നില്ല, ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. തൊഴിലാളി വർഗത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ഈ സംഘടിത പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്നത്. അത് ചെയ്യരുത്.